ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡിഫൈ 50 രൂപ കൊടുത്താൽ 500 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കൂ? എന്നാൽ നമ്മൾ ചില മലയാളികൾ അതൊക്കെ വിശ്വസിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ അത്രയും വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത നോർത്ത് ഇന്ത്യക്കാർ നമ്മളെ അട്ടപടലം മൂഞ്ചിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ ഇപ്പം നമ്മളിതേ ഫോട്ടോഗ്രാഫേഴ്സാണ് അവരുടെ അടുത്ത ടാർഗറ്റ്. ഇന്ന് എനിക്കൊരു കോള് വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് റീൽ ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. ഇവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇവർ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെഡിങ് കമ്പനിയാണ്. അവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവർ അയച്ചു തന്നു. ഞാൻ ഓപ്പൺ ചെയ്തില്ല. പക്ഷേ ഇവർ പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഇവർക്ക് ഇത്രയേ ഉള്ളൂ. ഇവരുടെ ഒരു ഹൈ പ്രൊഫൈൽ ക്ലയൻറ്റ് നമ്മുടെ ഫോട്ടോസ് എല്ലാം കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ നമ്മളും ഒത്തൊരു കൊളാബ് ചെയ്ത് ഒരു വർക്ക് അവിടെ ചെയ്യണം. അത്രേ ഉള്ളൂ. പ്രീ വെഡിങ് കേരളത്തിലായിരിക്കും, അപ്പോൾ വെഡിങ് അവിടെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ നേരിട്ട് എന്ന് സംസാരിക്കണം. അപ്പോൾ അവർ ഡൽഹിയിലേക്കുള്ള ടിക്കറ്റൊക്കെ അവരെടുത്ത് തരും. നമ്മൾ ഇവിടുന്ന് ചെല്ലുക, നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെല്ലുക, അവരോട് സംസാരിക്കുക. ഓക്കെ ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് ക്ലയൻറ്റ് അഡ്വാൻസ് തരും. ഇപ്പം 5 ലക്ഷം രൂപയുടെ വർക്കാണെങ്കിൽ അതിൻ്റെ 10% അവർക്ക് കമ്മീഷനായിട്ട് കൊടുക്കണം. ഇതാണ് അവർ പറഞ്ഞ് വെച്ചത്. ഞാൻ വളരെയധികം ചിരിച്ചു പോയി. കാരണം ഡൽഹിയിലേക്ക് പോകാൻ അങ്ങേയറ്റം ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന് 10,000 രൂപയാവും. നമ്മൾ ഈ 10,000 രൂപ മുടക്കി നമ്മുടെ ഒരു 5-8 ലക്ഷം രൂപയുടെ ക്യാമറയായിട്ട് ഡൽഹിയിലേക്ക് ചെന്ന് ഇറങ്ങി കൊടുത്താൽ മതി. നമ്മുടെ ഷഡ്ഡി സഹിതം അവർ ഊരി വാങ്ങും. അപ്പം ഇങ്ങനെയുള്ള ചീറ്റിങ്ങിലൊന്നും ആരും പെടാതിരിക്കുക. നമുക്കെല്ലാം ഇപ്പോൾ ഓഫ് സീസണാണ്. അപ്പം ഇങ്ങനെയൊക്കെ കോളുകൾ വരും. അപ്പം വർക്കില്ലല്ലോ എന്നാൽ പോയേക്കാലോ എന്ന് കരുതി ആരും ചാടി പോവരുത്. പുതിയ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളോടാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. കാരണം പുതിയ പുതിയ വർക്കുകൾ ചെയ്യാനും പുതിയ സ്ഥലങ്ങളിൽ പോയി നല്ല നല്ല വർക്കുകളൊക്കെ ചെയ്യാൻ ഒരുപാട് പിള്ളേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ വരുന്ന കോളുകളിൽ പകുതിയിലേറെയും കള്ളത്തരമാണ്, നമ്മളെ പറ്റിക്കാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടേ എടുത്ത് ചാടി പോകാറുള്ളൂ. ഒരു ബാറ്ററി തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ വരെ ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. നമ്മൾ ക്യാമറ ബാഗിൽ തൂക്കി ഒരു ക്യാമറമാൻ പോകുമ്പോൾ അവൻ മിനിമം ഒരു 5 ലക്ഷം രൂപയുടെ മുതൽ അതിനകത്തുണ്ടെന്ന് ഇവന്മാർക്ക് അറിയാം. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക. ഇതുപോലുള്ള കോളുകൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ കോളിൽ സംസാരിച്ചോളൂ. കാരണം ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇവരെന്തൊക്കെയാണ് നമ്മളെ പറ്റിക്കാൻ നോക്കുന്നതെന്നൊക്കെ അതെല്ലാം മനസ്സിലാക്കിക്കോളൂ. പക്ഷേ നമ്മുടെ ഒരു വിവരങ്ങൾ അവർ ഷെയർ ചെയ്യരുത്. അവർ തരുന്ന ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യരുത്. അതുപോലെ തന്നെ അവർ തരുന്ന ഓഫറുകളും ടിക്കറ്റുകളൊക്കെ വാങ്ങി അവരുടെ അടുത്തോട്ട് ചെന്ന് പറ്റിക്കപ്പെടാതിരിക്കുക. എനിവേ, താങ്ക് യു സോ മച്ച്.